ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. മാർക്കറ്റ് ഇന്നൊരു പുതുവർഷം 2025 ആദ്യത്തെ ദിവസമായിരുന്നു. സാധാരണ എല്ലാ വർഷവും മാർക്കറ്റിൽ ഫസ്റ്റ് ദിവസം ഉണ്ടാകുന്ന ഒരു സിനാരിയോ എന്ന് പറയുന്നത് ചെറിയ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാക്കാറുള്ള, കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ചിലപ്പോൾ ഹാൾട്ട് ക്യാൻഡിൽ ആവാം, ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ ബുള്ളിഷ് ക്യാൻഡിൽ ആവാം. പക്ഷേ സാധാരണ കേസിൽ ഉണ്ടാകാറുള്ളത് ചെറിയൊരു ഗ്രീൻ ക്യാൻഡിലാണ്. ഈ വർഷം ആ പതിവ് തിരിച്ചിട്ടില്ല. ഇപ്പം നോക്കാം. ഇപ്പം ഈ വർഷത്തെ ഫസ്റ്റ് ക്യാൻഡിലാണത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമുക്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലൂടെ നോക്കാം. 2024 നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ മതി. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ ഹാൾട്ട് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതിന് 9 ദിവസം മുമ്പത്തെ വർഷം ഡോജി ക്യാൻഡിലായിരുന്നു. അതേപോലെ കഴിഞ്ഞ 2023 ജനുവരിയിലെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും നമുക്ക് കിട്ടുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് ഡിസംബറാണ്. ജനുവരിയിലെ ക്യാൻഡിൽ ചെറിയ ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ എല്ലാ വർഷവും പൊതുവെ എന്ത് ചെയ്യാറുണ്ട്, മാർക്കറ്റ് ജനുവരി 1 അല്ലെങ്കിൽ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ചെറിയൊരു ബുള്ളിഷ് ആയിട്ടാണ് എപ്പോഴും നിൽക്കാറുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് വരാം എന്നുള്ളത് അല്ലെങ്കിൽ വന്നു എന്നുള്ളത് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഒരു കാരണം. ഇന്ന് ഫസ്റ്റ് ഓപ്പൺ ചെയ്തത് നെഗറ്റീവായിട്ടാണെങ്കിൽ പോലും അവിടെ നിന്ന് ഇതിന് മാർക്കറ്റ് താഴെ വന്ന് തിരിച്ച് റിക്കവർ ചെയ്തു എന്നുള്ളതാണ്. 23,468 വരെ വന്ന മാർക്കറ്റാണ് ഇന്ന് 23,816 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് റിക്കവർ ചെയ്ത് പോയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോണുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോണിൻ്റെ താഴെ വന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ നെഗറ്റീവ് ആണെന്നുള്ള ഫസ്റ്റ് ടാർഗറ്റ് 23,510 അത് കഴിഞ്ഞ 23,350 എന്നുള്ള ലെവലൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ലെവലിൽ കണ്ടിന്യൂസ് ആയിട്ട് 3-4 ക്യാൻഡിൽ ബിയറിഷ് വന്ന് അതിനുശേഷം ഒരു റിക്കവറി നടത്തി. ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അവിടെ മാർക്കറ്റ് കുറച്ച് കൺസോൾട്ടേറ്റ് ചെയ്ത് വീണ്ടും ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, പുതിയ ലെവലുകൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം നമ്മൾ മോളിക്കുലർ ട്രേഡുകൾ നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നില്ല. ഗ്യാപ്പിലാണെങ്കിൽ ചെറിയ ഗ്യാപ്പിലാണെങ്കിൽ മേലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല, വലിയ ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ കറക്റ്റ് ആണ് എന്നുള്ളതും ഇനി നാളെ ഒരു ചെറിയ ഗ്യാപ്പ് പ്ലാറ്റോ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാമെന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്യാൻഡിൽ ക്ലോസിങ് തന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ മുകളിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. അതല്ല എന്നുണ്ടെങ്കിൽ മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങണം. 4 നിഫ്റ്റിയുടെ എക്സ്പയറി ഉള്ള ദിവസമാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു സൈഡ് വൈസ് മൊമെൻറ്റം കുറച്ച് സൈഡ് മാർക്കറ്റ് തരുന്നതുകൊണ്ട് തന്നെ എന്തുണ്ടാവാം, ഇന്ന് ചെറിയ മൂവ്മെൻറ്റ് തന്നു എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ നാളെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് കുറവാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പ്രീമിയം പമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്താൽ മതി. അല്ലാത്ത കേസിൽ നമ്മൾ നാളത്തെ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിഫ്റ്റിയുടെ കേസിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നിഫ്റ്റി ഡൗൺ സൈഡ് ട്രേഡ് വലിയ ഗ്യാപ്പ് അപ്പിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, മാർക്കറ്റ് ഈ ഒരു സോണ് സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് നോക്കാം. വലിയ ഗ്യാപ്പ് പോകുന്നുണ്ടെങ്കിൽ റിവേഴ്സ് വരുന്ന സമയത്ത് ഈ ഒരു സോൺ സപ്പോർട്ട് എടുക്കുന്നുണ്ട് നോക്കാം. ഈ ഒരു സോൺ സപ്പോർട്ട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. സോൺ സപ്പോർട്ട് എടുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാര്യമായിട്ട് ട്രേഡറൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഡൗൺ സൈഡ് ട്രേഡ് എന്തായാലും നിലവിൽ ഇപ്പം ഈ ഒരു ലെവലിൻ്റെ താഴെ വരുന്ന സമയത്ത് മാത്രമേ ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇന്നലെ നമ്മൾ എവിടുന്നാണോ ട്രേഡ് പ്ലാൻ ചെയ്ത് ആ ഒരു ലെവലിൻ്റെ താഴെ വരുമ്പോൾ മാത്രമേ ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡുകളും പ്ലാൻ ചെയ്യുന്നില്ല. നിഫ്റ്റി ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ നിഫ്റ്റി ബാങ്കും സെയിം സിനാരിയോ ആണ്. ഫസ്റ്റ് ഹാഫിൽ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷാർപ്പായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്തു. സെക്കൻഡ് ഹാഫിലാണ്, സെക്കൻഡ് ഹാഫ് എന്ന് പറയാൻ പറ്റില്ല, കാരണം മാർക്കറ്റ് ഫസ്റ്റ് 3 ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം വന്ന ക്യാൻഡിൽസൊക്കെ ഒരു പിന്നെ ഈ ഒരു ക്യാൻഡിലൊക്കെ നല്ല സ്ട്രെങ്ത്തിലെ ക്യാൻഡിൽ ആയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് കാര്യമായിട്ട് മൂവ്മെൻറ്റ് തന്നില്ല. ഒരു റിസൾട്ട് അതുവരെ പോയിട്ട് അവിടുന്ന് റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു കാര്യമായിട്ട്. സെൽ ഓഫ് ഒന്നും കാണിക്കുന്നില്ല, വലിയ ക്യാൻഡിൽസ് ഒന്നുമില്ല, ചെറിയ ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെ മാർക്കറ്റ് സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഏരിയയുടെ മുകളിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നാളെ ഇവിടെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും ചെറിയ രീതിയിലുള്ള ട്രേഡുകൾ ഈ 51,359 മേലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം. 51,700 വരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനിടയ്ക്ക് ഇവിടെ ഒരു 51,590 മുതൽ 700 വരെ ആ ലെവലിൽ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ പ്ലാൻ ചെയ്യാം. ഡൗൺ സൈഡ് ട്രേഡ് ആണെങ്കിൽ 50,500 താഴെ മാത്രം ചെയ്താൽ മതി. ഈ ഒരു ലെവലിൻ്റെ താഴെ മാത്രം നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്താൽ മതി. അതിൻ്റെ ഇടയിൽ ട്രേഡുകൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാവും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ഒന്നല്ലെങ്കിൽ ഈ ഒരു സോണിൻ്റെ താഴെ, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടത്തിന് മുകളിൽ. ഇത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. മറ്റുള്ള ട്രേഡുകളൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ 2025 ഫസ്റ്റ് എക്സ്പയറിയോടെയാണ് നാളെ എന്നുള്ളതുകൊണ്ട് മാർക്കറ്റ് പൊതുവെ വോളിയം കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കാൻ വേണ്ടി പിന്നെ വെയിറ്റ് ചെയ്യാം.
നല്ല മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.